അലിക്ക ഇതെന്താ ചെയ്യണേ? ഇത് നമ്മളെ ഇതിൻ്റെ ഇവാബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിനൊരു വേറൊരു ചൊറുണ്ട്. കാര്യം എന്താ അറിയോ, ഈ പൈപ്പിൽ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഈ പൈപ്പേ ഈ ഒരു പൈപ്പാണ്, സെക്ഷൻ പൈപ്പാണത്. ഇതിൽ എന്നും കൂളിങ് ആവുമ്പോൾ ഇതിൽ വെള്ളം വരും. അപ്പോൾ വെള്ളം വരുന്ന ടൈമിൽ ഈ ഭാഗത്ത് ജോയിൻറ്റ് റസ്റ്റ് അടിച്ചിട്ട് ഇത് അഴിയുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പരിപാടി കാട്ടിയിട്ടുണ്ട്, ഉള്ളിലേക്ക് കാണിച്ചു കൊടുക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് കാണിച്ചു കൊടുക്കും. ഇതിനുള്ളിൽ ഡസ്റ്റ് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ AC-യുടെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാട്ടുന്നറിയോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ലിക്വിഡ് അടിച്ചിട്ട് ക്ലീൻ ആക്കും. അവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഇവിടെ അഴിച്ചത്. ആ അഴിച്ചത് ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ അഴിക്കുന്ന ടൈമിൽ ഈ കൂളിംഗ് ഓയിലിൻ്റെ ത്രെഡോ കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ നമുക്കിത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാതിരിക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കിത് ലിക്വിഡ് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ചളിയെല്ലാം നീക്കം ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലിക്വിഡാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ഫോമായിട്ട് ഈ ചളിയെല്ലാം ഇളകി നമുക്ക് വരും. അപ്പോൾ ഈ ഡ്രൈ എല്ലാം വെച്ചിരിക്കുന്നത് നിലത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ 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 അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കി കൊടുക്കും. അപ്പോൾ നല്ല തണുപ്പും കിട്ടും, നല്ല എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരും. ഓക്കെ, അത് കറക്റ്റ് അങ്ങനെ ഉള്ളിലേക്ക് അടിച്ച് കാണിച്ചു കൊടുത്തു നോക്കും. കുറച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫോം വരും. കണ്ടില്ലേ എന്താണ് അവസ്ഥ എന്ന്. ഈ ഒരു മോഡൽ നിസാൻ പിക്കപ്പ് 2013 ആ മോഡലാണ്. ഈ ഒരു മോഡലിന് AC ഫിൽറ്റർ വരുന്നില്ല. അതില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ഡസ്റ്റ് കയറിയിട്ട് ഇതിൽ അടഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എയർ ഫ്ലോ കമ്മിയാകുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അഴിച്ച് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാകുമ്പോൾ ശരിക്കും അഴിച്ചെടുത്ത് ചെയ്യണം. അപ്പോൾ അഴിക്കാനൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അഴിച്ച് കഴിഞ്ഞാൽ ഈ ഇവാബറേറ്റർ മാറേണ്ടി വരും. അപ്പോൾ അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ലിക്വിഡ് അടിച്ചു കൊടുത്ത് മാനുവലായിട്ട് ചെയ്യുന്നത്. ഓക്കെ.